സോ ഗെയ്സ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിലെ സീരീസ് ആയ ഡാർക്ക് എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസണിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടോട്ടലി 10 ഹിഡൻ ഡീറ്റെയിൽസ് ആയിരിക്കും ചെയ്യുന്നത്. ഇതിൽ 5 കാണത്തുള്ളൂ, ബാക്കി 5 നാളെ തന്നെ അടുത്ത പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമന്റ് മറക്കല്ലേ. നമ്പർ 1, എല്ലാ കാര്യങ്ങളും ആൾട്ടർനേറ്റ് മാർത്തയുടെ വേൾഡിൽ മിറർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഉന്നയിച്ചൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് മാർത്തയുടെ ഫേസിലെ ആ സ്ക്രാച്ച് മാർക്ക് ഓരോ സീനിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത്? ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇതിലൂടെ അവർ കൺവേ ചെയ്യാൻ വരുന്നത് ഏത് ലോകത്താണ് അവൾ ഉള്ളതെന്നാണ്. ഇത് മാത്രമല്ല, വീടിന്റെ ഇന്റീരിയർ തൊട്ട് കേവിന്റെ ചുറ്റുപാടുകൾ സഹിതം എല്ലാം മിറർ ചെയ്യപ്പെട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് നമ്പർ 2, ആദമിന്റെയും ഈവയുടെയും ഗ്രൂപ്പിന്റെ പേര്. ആദമിന്റെ വീട്ടിൽ സിഗ്മണ്ടസ് ആങ്കിൽ ഈവയുടെ വീട്ടിൽ എത്തിയപ്പോൾ എറിറ്റ്ലെസ് എന്നായി. അർത്ഥം എന്താണെന്ന് വെച്ചാൽ there will be a light എന്നാണ്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ഷോട്ട്. ടെൽ ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഈവയുടെ വീട്ടിലേക്ക് പാസേജ് ഓപ്പൺ ആയപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റ് വെള്ളിട്ട് വരുന്നുണ്ട്. എറിറ്റ്ലെസ് എന്ന വേർഡിന്റെ മീനിങ് ഈ ഒറ്റ സീൻ കൊണ്ട് അവർക്ക് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്പർ 3, എറിറ്റ്ലെസ് എന്ന സിമ്പിൾ, ചിറകുകളുള്ള 2 പാമ്പുകൾ. ഇതിനെയാണ് കാഡിഷ്യൽ സിമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിമ്പിൾ തന്നെയായിരുന്നു മാഗ്നസിന്റെ ചെസ്റ്റില് ടാറ്റു അടിച്ചിരുന്നത്. ദി സെയിം സിമ്പിൾ വിച്ച് ഈസ് 2 snakes with the wings. നമ്പർ 4, സിൽജയെ പറ്റിയുള്ള കാര്യമാണ്. സിൽജി എന്ന ബാർട്ടോസിനെ ഉൾജി വെച്ച് കണ്ട ദിവസം പണ്ട് ഫ്യൂച്ചറിൽ വെച്ച് മാത്തയുടെ അടുത്ത് ഊരി മാറ്റിയ അതേ വേഷം തന്നെയായിരുന്നു. പിന്നീട് അതേ ഡ്രസ്സിൽ തന്നെയാണ് 89ലേക്ക് ട്രാവൽ ചെയ്ത് ബാർട്ടോസുമായിട്ട് ഒന്നിക്കുന്നത്. നമ്പർ 5, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജോണസ് എങ്ങനെയാണ് ആഡമായിട്ട് മാറിയത്? അല്ലെങ്കിൽ ജോണസിന്റെ ഫേസ് എങ്ങനെ ഡെഡ്പൂളിന്റെ ഫേസ് പോലായി? അതെങ്ങനെയാന്ന് വെച്ചാൽ പണ്ട് 8088 ഗോട്ടിൻ പാർട്ടിക്കിളിന്റെ ബിൽഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പ്രൊസീജിയറിന്റെ ഇടയിൽ ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട്. ആ കോമ്പിനേഷൻ ഓഫ് ഇഞ്ചുറീസ് മൂലവും ബേൺഡ് മൂലമാണ് ജോണസിന്റെ ഫേസ് അങ്ങനെ മാറുന്നത്, അല്ലെങ്കിൽ ആഡമായി മാറുന്നത്. അപ്പൊ ഇത്രയുള്ള ഈ ഒരു പാർട്ട് 2 നാളെ തന്നെ വരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും ഞാൻ തെറ്റുവെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.